ഫോർത്ത് സെഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സ്ട്രെസ്ഫുള്ളാണ്. കുറേ നാളായിട്ട് ഇത് ബന്ധപ്പെട്ട ജോലി വീണ്ടും ഈ റിപ്പീറ്റഡ് പാറ്റേൺ ആയി പോയി എന്നുള്ളൊരു സങ്കടമാണ്. എനിക്ക് കൂടുതൽ ട്രാപ്പായിപ്പോയി എന്നുള്ള ഫീലിംഗ്. എവിടെ ചെന്നാലും നമ്മളൊരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവത്തിലേക്ക് നമ്മൾ പോവും. ഒരു സ്ഥലത്തും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എവിടെ ചെന്നാലും ആർക്കും വേണ്ടാത്ത രീതിയിലേക്ക് നമ്മൾ സ്വയം മാറുകയാണ് എന്നുള്ളതാണ്. അവരുദ്ദേശിക്കുന്നതും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതായത് ഇതൊരു തരം കണ്ടിന്യൂറ്റി പ്രോബ്ലമാണ്. അത് മാറാനും ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ലോകം ഇങ്ങനെ ഒരു തരം, ഈ കേരളം, ലോകം എന്ന് പറയുന്നതിന് മുന്നിൽ കേരളം ഇങ്ങനെ പഴിച്ചു വെത്തിയ സ്ഥലമായിപ്പോയി. ഇവിടെ മതവും പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കളികളും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മളായിട്ട് നമുക്ക് കാശ് വേണമെന്ന് ചോദിച്ചു പോലുമില്ല. ഇപ്പോൾ 5-ാം തീയതി സംതിങ് ആയി, എന്നിട്ട് ഒരു കാശ് വേണമെന്ന് ഒരു പരിപാടി പോലും ചോദിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കിയ കാര്യം. അപ്പോൾ എത്രത്തോളം ദുഃഖം ബാക്കിയുള്ളവരിൽ ഇവരുണ്ടാക്കുന്നു വൃത്തികെട്ട ഇതെല്ലാം. അതായത് എപ്പോഴും ഒരു തരം എന്താ പറയുക, നിങ്ങളൊന്നിനും കൊള്ളൂല്ല എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിൽ കുത്തി കയറ്റിയിട്ടാണ് ഇവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. എന്തിനാണ് ചെയ്യുന്നതെന്ന് ഇപ്പോഴും ഒരു തരം ഓൾഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓൾഡ് സിസ്റ്റം, ഒരു അടിമത്വ രീതി. അതാണ് ഈ പലയാടി മക്കളായ ക്രിസ്ത്യാനികളിവിടെ വളർത്തുന്നത്. ഈ നാടുകളെ ഒന്നും ആരും പറയുന്നില്ല എന്നുള്ളത്, ഇവന്മാരെ ഓടിക്കുന്നുള്ളതാണ്. ഏതൊരു ജോലി സ്ഥലത്ത് നിൽക്കുന്ന ആളുടെ അവർ ജോലിക്ക് വരുന്നതാണ്, അവരുടെ ശമ്പളമാണ് വേണ്ടത്. അതുകൊണ്ട് കാലിൻ്റെ ഇട കുരുവല്ല അവർക്ക് വേണ്ടത്, കറി ഉണ്ടാക്കണം. കോപ്പിലെ പരിപാടി നിർത്തിയിട്ട് വരണമെന്നുണ്ട്. പക്ഷെ പിന്നെ എന്താണെന്നറിയില്ല, അല്ലാതെ ദേഷ്യമാണ് വരുന്നത്. ഒരു സ്ഥാനത്ത് നമ്മളതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഒരുമാതിരി ഒരു വികാരഭേദം പോലും ഇല്ല. കുറേ പട്ടിഷയും കുറേ ഊള ഗെയിമുകൾ. രോഗം എന്താ ഇങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു. അതെന്താ എൻ്റെ ഫോൺ അഡിക്ഷൻ കൂടുതൽ വേഴ്സാണ് കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മണ്ടത്തരം പറയട്ടെ, ഞാൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അത് കുറച്ച് ഞാനിപ്പോൾ 1-2 ഡിസൈൻസ് ഒക്കെ ചെയ്തപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മൈൻഡിലേക്ക് വന്നു, അത് ചെയ്ത കുഴപ്പമില്ല, ചെയ്ത കുഴപ്പമില്ല, അതങ്ങനെ ചെയ്യാം. പക്ഷേ പ്രോബ്ലംസ് ഞാനങ്ങനെ സബ്സ്ക്രിപ്ഷൻ 1000 സംതിങ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും എന്നോട് ഒരു ദേഷ്യം തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. കാര്യം ഇതെൻ്റെ ഫോൺ അഡിക്ഷനായിട്ട് നല്ല ബന്ധമുള്ളൊരു ഇതാണ്. എനിക്ക് മൊത്തത്തിൽ ഞാനത് ഉപയോഗിക്കുന്നത് മൊത്തം എന്താ പറയുക, കുറച്ച് പ്രോബ്ലമാറ്റിക്കുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കും. അപ്പോൾ ഞാനത് അങ്ങനെ രീതിയിലാണ് അതിനെ കാണാം. ഇതിന് 2 ഉപയോഗമുണ്ട്. ഒന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആവശ്യമുള്ള കാര്യം, പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് കുറച്ച്, ഞാൻ എൻ്റെ ഒരു മൈതാന പ്രശ്നം ഈ കുറേ കാലത്തായിട്ട് ഇങ്ങനെ ഒരു അഡിക്റ്റീവ് മൈൻഡ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനത് മറച്ചൊന്നും വയ്ക്കുന്നില്ല. ഒരു അഡിക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ടാണ് ഞാൻ ഒരു കാര്യം നിർത്തി നമ്മളൊരു നിലയിലും ഇതിലും വരുമ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് ഇത് ചെയ്യണം, എങ്ങനെ എന്താ പറയുക, എജാക്കുലേഷൻ അല്ലെങ്കിൽ മാസ്റ്റർബേഷനിലേക്കൊക്കെ പോവാം, അല്ലെങ്കിൽ അഡിക്റ്റീവ് മൈൻഡ്സിലേക്ക് പോവുക എന്നുള്ളത് നമ്മുടെ തലച്ചോറിൽ എന്തെങ്കിലും കഠിനമായിട്ട് ഫീഡ് ചെയ്ത് വെക്കുന്ന സാധനമൊക്കെ പറയാം. നമ്മൾ എത്ര ശ്രമിച്ചാൽ അതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താലും വീണ്ടും തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇതൊരു നോവലിറ്റി, അതൊരു പുതുമ അതിനുള്ളതുകൊണ്ട് നമ്മുടെ മൈൻഡൊക്കെ അതിനനുസരിച്ച് ഇതാവും, എക്സൈറ്റഡ് ആവും. അങ്ങനെ ഇത് എന്താ പറയുക, ഇതിന് എത്രത്തോളം പുറത്തുവിടുന്നു അത്രത്തോളം ഒരു സാധനം വെച്ചിട്ട് മനസ്സ് തന്നെ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും, നമ്മൾ എന്ത് നെഗറ്റിവിറ്റിയിൽ നിന്നാണ് നമ്മൾ മാറി രക്ഷപ്പെടുന്നത്, അതേ നെഗറ്റിവിറ്റിയിലേക്ക് തിരിച്ചു വരികയാണ്.
അപ്പോൾ ഇത് എനിക്കൊരു വല്ലാത്തൊരു ഒരു ഇഷ്യൂ ആണ്. ഒരു തരം കുറേ നാളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു മെൻ്റൽ പ്രോബ്ലമാണ് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കാര്യം. നമ്മൾ കുറേ മാറി നിന്നിട്ട് മൈൻഡൊക്കെ ശരിയാകും. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എത്ര എവിടെയെങ്കിലും കുറച്ച് കാശോ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുത്ത് കൊണ്ടുവെക്കും. അപ്പം മെൻ്റലി എൻ്റെ ഈ ഫോൺ അഡിക്ഷൻ സാറ്റിസ്ഫൈ ആണ് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ളത്. കാര്യം ഞാൻ പൂർണ്ണമായിട്ട് അതിനെ ഇത് ചെയ്യുന്നില്ല. കാര്യം അതിനൊരു ഇതാണ്, ഞാൻ പൂർണ്ണമായിട്ട് അതിനെ തിരസ്കരിക്കുകയോ അതിനെ മാറ്റി നിർത്തപ്പെടുമോ എന്നുള്ളൊരു ഇത് ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് സാറ്റിസ്ഫൈഡ് ആകും. പക്ഷെ നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ട്. അതാണ് എനിക്ക് പലപ്പോഴും ഞാൻ പലരും ജോലിക്കൊക്കെ പോയപ്പോഴും ഇതാണ് എനിക്ക് പറ്റിയത്. ഞാൻ പുതിയൊരു സ്ഥലത്തെത്തി ജോലിയൊക്കെ ചെയ്ത് പുതിയൊരു ലൈഫിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഓരോ മണ്ടത്തരങ്ങളിൽ ചെന്നിട്ട് ചെയ്യും. ഒരു സബ്സ്ക്രിപ്ഷൻസ് അത് അവിടെ നിന്ന് അന്ന് പറഞ്ഞാൽ പക്കാ ഫോൺ സൈറ്റുകളിൽ ഞാൻ കാശ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു. അതുപോലെ എന്താ പറയുക, കോൾസ്, അങ്ങനത്തെ വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൊക്കെ നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യും. സോ നമ്മൾ എങ്ങനെയെങ്കിലും അതിലൂടെ പോണോഗ്രഫി മാസ്റ്റർബേഷൻ മാറി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത എന്താ പറയുക ടയറിലേക്കാണ് പോകുന്നത്. അല്ലാണ്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിന് ഒരു അടുത്ത ടയറിലേക്കാണ് ചിന്ത പോകുന്നത്. എന്നിട്ട് സ്വയം മൈൻഡിനെ ജോലി സ്ഥലത്തൊക്കെ ചെന്നിട്ട് മെൻ്റലി കുറേ നെഗറ്റീവ് ആവും, ഡൗൺ ആവും. എന്നിട്ട് അതിൻ്റെ ജോലി സ്ഥലത്ത് ഇവിടുന്ന് പ്രകടിപ്പിക്കും. ഫുൾ അഡിക്റ്റീവ് ആയിട്ടുള്ള കുറേ പരിപാടികൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ. നമുക്ക് വളരെ പവർലെസ്സായി പോവുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജോലി സ്ഥലത്ത് ഒന്നോ രണ്ടോ പേര് കല്യാണത്തെ പറ്റിയും കല്യാണം കഴിച്ചില്ലേ എന്നൊക്കെ സംസാരിച്ചാൽ എനിക്ക് ആകെ സങ്കടമായിരിക്കും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു വ്യക്തി ഡിപ്രസ്ഡ് ആവുന്നത് കണ്ടിട്ടാണ് ആ ഒരു വ്യക്തി എന്താണ് അവരങ്ങനെ നമ്മളൊരു നീഡി ആയിട്ടുള്ള ഒരാളെ പോലുള്ളൊരു കൺസെപ്റ്റ് നമ്മളിലേക്ക് അവർ കുത്തി നിറയ്ക്കുകയാണ്. നമ്മളത്ര നീഡിയൊന്നുമല്ല സംഭവം. പക്ഷേ ഇവരിങ്ങനെ സംസാരിക്കുക നമ്മൾ അയ്യോ എനിക്കതില്ല, എനിക്കൊരു കുറവുണ്ട്, എനിക്ക് ഇവരുണ്ട്, ആ കല്യാണം കഴിച്ചു, അവർ കല്യാണം കഴിച്ചു, എനിക്കെന്തോ കുറവുണ്ടെന്നൊരു ഫീലിംഗ് ഉള്ളിലേക്ക് കുത്തിക്കയറ്റുകയാണ് ഇവർ. അത് വല്ലാത്തൊരു സങ്കടം ഉള്ളിൽ, ഡിപ്രഷൻ, വേദന ഉള്ളിലുണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. പിന്നെ ഈ ഇതിപ്പോൾ കാശിൻ്റെ കാര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ്സാണ്. ഇതൊക്കെ സംബന്ധിച്ച് ഗിൽറ്റി കോൺഷ്യസ്നസ്, അതായത് ഞാൻ ചെയ്ത വർക്കെന്നോ, ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ഫോൺ അഡിക്റ്റ് അല്ലെങ്കിൽ മാസ്റ്റുർബേഷൻ അഡിക്റ്റഡ് അങ്ങനെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അത് ഇവർക്ക് മനസ്സിലായി. അതോ ഇവർക്ക് വേറൊരാളെയാണോ നോക്കുന്നത്, ഇവർക്ക് ഞാനില്ലെങ്കിലും ഒരു ഇതില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവർ ഇത് ചെയ്യുന്നത്. എനിക്കിപ്പോൾ പൊക്കോട്ടെ അടുത്താളെ നോക്കുക എന്നുള്ള കൺസെപ്റ്റാണോ, ഒരുതരം വല്ലാതൊരു സങ്കടമാണ് വരുന്നത്. ഒരുതരം ഹോപ്പ്ലെസ്നെസ്സാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് പോകുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു, ആർക്കും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല, മടുപ്പ്. ഇത് തന്നെയാണ് സംഭവം. വാട്ടവർ കുറേയൊക്കെ നമുക്ക് ആകെ മൊത്തം വരിക. ഇപ്പം ഇന്നലെ എങ്ങാണ്ടൊക്കെ ഒന്ന് വിളിച്ച് ഞാൻ രാവിലെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഒരു ദേഷ്യപ്പെട്ടൊരു കലിപ്പും, അതായത് അവിടുത്തെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മളോടുള്ള ദേഷ്യമായിട്ട് ഇവർ കൺവേർട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. റാൻഡമായിട്ടുള്ള എന്ത് പ്രശ്നമാണ്, കാശിൻ്റെ മറ്റിൻ്റെ മറിച്ചിൻ്റെ. അപ്പോൾ നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു അഗ്ലി ഫീലിംഗ് വരും. ഒന്നിന് വൃത്തിയല്ല, അൺവൃത്തിയല്ല, യൂസല്ല, എന്താ പറയുക, നമുക്ക് ആരും വേണ്ട, നമുക്കൊരു ഫ്യൂച്ചറില്ല, നമ്മളെങ്ങനെ വളരും, ഇതൊക്കെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ മുന്നിട്ട് വരുന്നുണ്ട്. ഒരു ബന്ധമില്ലാണ്ട് നമ്മളോട് ദേഷ്യപ്പെടുന്ന പരിപാടിയൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത നെഗറ്റിവിറ്റിയാണ് വരുന്നത്. വാട്ടവർ നമ്മളൊരു പണി ഏൽപ്പിച്ച് നമുക്കത് ഒന്നും എന്താ പറയുക, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഒരു നെഗറ്റിവിറ്റി നമുക്ക് തരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പലരും അത് പറഞ്ഞു, ഇങ്ങനത്തെ നെഗറ്റീവ് സ്വഭാവം അവർക്കുണ്ട്. ആ നെഗറ്റിവിറ്റി ഓരോ ദിവസത്തെ അകറ്റിച്ച് പുറത്തേക്ക് വരികയാണ്. ഇതിങ്ങനെ ഒരു തരം വൃത്തികെട്ട സ്വഭാവമുള്ള മാനസിക രോഗികളാണ് എല്ലാ സ്ഥലത്തും ബിസിനസ് നടത്തുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ തമാശ. പിന്നെ അവരുടെ മാനസിക രോഗത്തെ പറ്റി ഞാൻ കൺസേൺ ആവേണ്ട കാര്യമില്ല. അവർ മെൻ്റലായി എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും, കാശ് കുറേ പോകുന്നതിൻ്റെ വട്ടവർ. പക്ഷേ ഇതൊക്കെ പുതിയ ആളുകൾ വരുമ്പോൾ അവർക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത്. എനിക്ക് ബാക്കിയായിട്ട് എഴുതി പോകുന്നില്ല വട്ടവർ. പിന്നെ കുറേ ചിന്ത, നമ്മളിങ്ങനെ ഈ ഒരു അത് വളരെ ഇമ്പോർട്ടൻ്റ് ചിന്തയാണോ എന്നറിയില്ല. പക്ഷേ ടു ബി ഹോണസ്റ്റ്, ഈ ഒരു പർട്ടിക്കുലർ മതത്തിലൊക്കെ പെടുന്നത് കൊണ്ടാണോ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, ഇപ്പോൾ ഒരു മതത്തിൽപ്പെട്ട് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മതത്തിൽപ്പെട്ട ഒരു ലിമിറ്റ് കൂടുതൽ അവർക്ക് വളരാൻ സാധ്യതയില്ല എന്നുള്ളൊരു പൊതു ഇതുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു അനാവശ്യമായ ഒരുപാട് ചിന്തകളാണ്
ഇവർ ലിമിറ്റിൽ കൂടുതൽ വില നമുക്ക് തരില്ല, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇത്രയൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ വളരില്ല, നമ്മളിങ്ങനെ ഒരു ഇതാണ് അങ്ങനെയാണെന്നുള്ള ഓരോ നെഗറ്റീവ് തരത്തിലുള്ള തോട്ട്സ്, ഇതൊക്കെ ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് പ്രത്യേകിച്ച് കൺട്രോളൊന്നുമില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെയോ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്വയം ഇങ്ങനെ എങ്ങനെയൊക്കെയോ എന്നെ സ്വയം ഹർട്ട് ചെയ്യുക, ആ രീതിയിലൊക്കെ ഞാൻ ഹർട്ട് ചെയ്യുകയാണ്. മേ ബി ഇത് ഇപ്പോൾ ഒരുപാട് ഫോൺ അഡിക്ഷനായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് നല്ലൊരു കാര്യം. എല്ലാം ഫോക്കസ്ഡ് ആവുന്ന, എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു മാസ്റ്റുർബേഷൻ അല്ലെങ്കിൽ എജാക്കുലേഷൻ, ആ ഒരു സെഷനിലേക്കാണ് ഇതൊക്കെ കൈ ചൂണ്ടുന്നത്. അതപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതൊരു മനസ്സിനകത്ത് സ്വയം ഒരു പ്രഷർ സെൽഫായിട്ട് ബിൽഡ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഹാബിറ്റിലേക്ക് പോകാനൊരു ത്വര മനസ്സിന് തന്നെയുണ്ട്. ആ ഒരു മനസ്സനുഭവിക്കുന്ന ആ ഒരു ഊർജ്ജം, ആ ഒരു ഉള്ളിൽ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് കൂടുതൽ മാസ്റ്റുർബേഷൻ മാറിക്കുന്നത് നമ്മുടെ ഉള്ളിലൊരു ഊർജ്ജമുണ്ട്, ഒരു പ്രാണൻ എന്നൊക്കെ പറയുന്ന ആ സാധനത്തെ എങ്ങനെയെങ്കിലും എന്താ പറയുക, ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി മൈൻഡ് തന്നെ പല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ മയക്കുള്ളവരെ വെറുക്കുന്നു, മതം എടുത്തിടുന്നു, ജാതി എടുത്തിടുന്നു, അതുപോലെ എല്ലാത്തരം നെഗറ്റിവിറ്റികളും എടുത്ത് തലയുടെ അകത്തുള്ള എല്ലാ നെഗറ്റിവിറ്റിയും എടുത്ത് അതിങ്ങനെ കുന്നു കൂടിച്ചിട്ട് അവിടെ ഇതാക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധത, കാരണം സ്ത്രീകൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് സ്ത്രീകൾ നമ്മളോട് ഒരു കോംപ്ലിമെൻസ് ചെയ്യില്ല. കാരണം എന്തോ ഒരു പർട്ടിക്കുലർ രീതിയിലാണ് നമ്മൾ സ്ത്രീകൾ കാണുന്നത്. നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്തൊന്നും കിട്ടുന്നില്ല. നമ്മളൊരു മണി മെഷീൻ പോലെയൊക്കെയാണ് എന്താ പറയുക പണ്ട് മുതലേ സ്ത്രീകൾ കാണുന്നത്. അവർക്ക് നമ്മുടെ അച്ഛനാണെങ്കിലും എൻ്റെ അപ്പ. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു പവർ ഒരു വ്യക്തിയിൽ നിന്ന്, ഒരു പുരുഷനിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ അവർ പിന്നെ ഒരിക്കലും പിന്നെ നമുക്ക് ഹോപ്പില്ല. പിന്നെ അവർ ഒരിക്കലും നമ്മൾ ആ രീതിയിൽ കാണില്ല. പിന്നെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. ഈവൻ നമ്മൾ അങ്ങനെ കാണിച്ചാൽ മതി ഒരു സപ്പോർട്ടുള്ളൂ. ഒരു കണ്ടീഷണൽ ലവ് മാത്രമാണ് സ്ത്രീ തരുന്നത്. അൺകണ്ടീഷണലായിട്ട് ഒന്നും അവർ തരുന്നില്ല. ലൈക്ക് അവർ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കാശോ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ അടുത്ത് വില, ബിക്കോസ് ദേ ആർ യൂസ് ടു ഇറ്റ്. ലൈക്ക് നമ്മൾ അത് കൊടുക്കാണ്ട് നമ്മൾ അങ്ങനെ കൊടുത്ത് യൂസ്ഡായി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഓരോ ചിന്തയിലേക്ക് അത് റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിനെയൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നു. കാര്യം വന്ന ഫീലിങ്ങേ അല്ല. ഇപ്പോൾ ചോദിച്ചത് വന്നപ്പോൾ ഒരുപാട് സാധ്യതകളെ പറ്റി ചിന്തിച്ചിരുന്നു. ഞാൻ എന്തൊരു നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. ഒരു ഫീൽ ഗുഡ് എഫക്റ്റ് ആയിരുന്നു. പെട്ടെന്ന് അത് ട്വിസ്റ്റായിപ്പോയി എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു സങ്കടം എനിക്കുണ്ട്. സോ ഞാൻ കുറേയൊക്കെ ഇതൊരു മെൻ്റൽ ഇഷ്യൂ ആക്കി ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. കുറേയൊക്കെ ഇതൊരു മെൻ്റൽ ഇഷ്യൂ എന്നിൽ മാനിഫെസ്റ്റ് ചെയ്തു ഓൾറെഡി. ഒരു സ്ഥലത്ത് ചെല്ലുക, അവിടെ നന്നായിട്ട് ജോലി ചെയ്യുക, അവരിന്ന് പെട്ടെന്നൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇല്ലാതാവുമ്പോൾ ടോട്ടൽ ഷിഫ്റ്റിൽ എന്താ പറയുക, ബൈപ്പോളർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോവുക. എന്നിട്ട് ആ ഡിപ്രഷനിൽ കിടന്ന് കുറേ നാൾ എന്നിട്ട് ആ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാസ്റ്റുർബേറ്റ് ചെയ്യുക. മാസ്റ്റുർബേഷൻ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവുക, വീണ്ടും മാസ്റ്റുർബേറ്റ് ചെയ്യുക, വീണ്ടും ഡിപ്രഷനിലേക്ക്, വീണ്ടും മാസ്റ്റുർബേറ്റ്, വീണ്ടും ഡിപ്രഷൻ. ഇതൊരു സൈക്കിൾ പോലെ നടന്ന് ഫോൺ അഡിക്ഷൻ ഒരു വല്ലാത്ത ഒരു സംഭവമായി മാറുക. കുറ്റബോധം കൂടുക, അക്ഷയം കൂടുക, എന്നിട്ട് അങ്ങനെ മുടിഞ്ഞ് ആ കമ്പനി നിർത്തിപ്പോകുക. എന്നിട്ട് കമ്പനി വഴി പറയുക, സ്വയം വഴി പറയുക, ജീവിതത്തെ വഴി പറയുക, വിദ്യാഭ്യാസത്തെ വഴി പറയുക, സ്വയം വഴിപറിച്ചിലും അങ്ങനെയുള്ള ഒരു 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 ജീവിതം. ഇത് കുറേ നാളായിട്ട് ഈ പാറ്റേൺ റിപ്പീറ്റ് ആവുന്നു. ഇപ്പോഴും ഈ പാറ്റേൺ റിപ്പീറ്റഡ് ആവുന്നുള്ള ഒരു സങ്കടം. അപ്പോൾ അതെനിക്കൊരു വല്ലാതൊരു ദുഃഖമാണ്. പക്ഷേ ഇതൊക്കെ കുറേ ഇതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യാന്നുള്ളത് ഒരു ലക്ഷ്യമാണത്. ആ ഒരു പാറ്റേൺ ആണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫോർട്ട് ആവശ്യമാണ്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫോർട്ട് അതിലിട്ടെങ്കിൽ എനിക്ക് പാറ്റേണിനെ തൊടാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. സോ ജീവിതത്തിൽ ഇപ്പോൾ ശമ്പളം കിട്ടിയില്ല, എനിക്ക് വിചാരിക്കുന്ന ശമ്പളമില്ല. സോ എനിക്ക് ഭയങ്കര എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇതായിട്ട് കിടക്കുന്നുണ്ട്, അൺഫുൾഫില്ലേഡ്. അതായത് എഡ്യൂക്കേഷൻ്റെ കാശ് ഇപ്പോഴും ഇതായില്ല. അപ്പോൾ എനിക്കിങ്ങനെ കൺസേൺ ആണ്. അതുപോലെ വണ്ടിയുടെ സർവീസ് പെൻഡിങ് ആണ്, എഡ്യൂക്കേഷൻ പെൻഡിങ് ആണ്. സോ ഞാനിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വേസ്റ്റാണ്. ഞാൻ ഇത്ര ഒരു മാസത്തിൽ കൂടുതലായി വണ്ടിയുടെ സർവീസ് പെൻഡിങ്, എഡ്യൂക്കേഷൻ്റെ ഇത് പെൻഡിങ്. അപ്പോൾ അടുത്തൊരു കോള് വരുന്നതിന് വേണ്ടി ഞാൻ ഭയന്നിരിക്കണം. കോള് വന്ന് എന്ത് ചെയ്യും, കാരണം അവർ വിചാരിക്കില്ല ഇത്ര ഒരു 10-20 രൂപ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത ഏതൊരുത്തൻ എന്നുള്ളൊരു സെറ്റപ്പിൽ നമ്മളെ കാണണം. നമുക്ക് തന്നെ സ്വയം സങ്കടവും ദുഃഖവും പരിതാപവും ഒരു ഡിപ്രഷനിലേക്ക് നമ്മൾ തന്നെ പോകുകയാണ്. എനിക്ക് മടുപ്പാണ് എന്നുള്ളതാണ് എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യം. ഒരു ഗതികേടായി പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. പിന്നെ നമുക്ക് നിർത്തിയാലോ, വീട്ടിലങ്ങനെ പോയി ഇരുന്നാലോ, കാരണം ഇതൊന്നും നന്നാവില്ല, ഇതൊന്നും ഒരിക്കലും ശരിയാവില്ല എന്നുള്ള ചിന്തകളൊക്കെയാണ്. അത് കുറേയൊക്കെ നമ്മൾ തന്നെ അതിനെ എന്താ പറയുക ഇതാക്കും.
ഒക്കെ മാറട്ടെ എന്നുള്ളൊരു വല്ലാത്തൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. മാറുമായിരിക്കും എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. മാറാണ്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഒരു സങ്കടമുണ്ട്, ഒരു ദുഃഖം, ഒരു വിഷാദം, ഒരിക്കലും ഇതൊന്നും നന്നാവില്ല, ഒരിക്കലും ഇത് നന്നാവാൻ പോകുന്നുമില്ല. നമ്മുടെ ബോണേഷൻ മാറുന്ന ജീവിതം ഒരുപാട് ബെറ്റർ ആവും. ആളുകൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും, നമ്മുടെ സ്വഭാവമുള്ളവർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ എന്നൊക്കെയുള്ള ചിന്തകൾ ഒക്കെ വെറുതെ ആയി പോയി. ഇതൊന്നും ഇനിയിപ്പോൾ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറേ നെഗറ്റിവിറ്റികൾ അവിടെ ഓൾറെഡി പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ മൊത്തം നെഗറ്റീവ് ആണല്ലോ, ഇവിടെ അതാണല്ലോ, ഇവിടെ ആരും കാശുകളൊന്നും എടുത്തിടൂല, അങ്ങനെ കുറേ ചൊറി വർത്താനം ഞാൻ ഓൾറെഡി അവിടെ ഇട്ടു. ഇത് എന്നെ ബാക്ക് ഫയർ ചെയ്യും, ഉറപ്പായിട്ട് വരും ദിവസങ്ങളിൽ എന്നെ ബാക്ക് ഫയർ ചെയ്യുന്ന ഉറപ്പാണ്. പക്ഷെ ഞാൻ അതാണ് അടുത്തൊരു സെഷൻ എടുക്കാൻ പറ്റുന്ന ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് എൻ്റെ നെഗറ്റിവിറ്റി കുടഞ്ഞിടാൻ തുടങ്ങി. അപ്പോൾ അത് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എന്നെ അത് കൂടുതൽ വൾണറബിൾ ആക്കും. ഞാൻ ആ ജോലി സ്ഥലത്ത് വെച്ച ആളുകൾ എൻ്റെ എതിരെ തന്നെ ടാർഗറ്റഡ് ആവും. ബിക്കോസ് അവരെ സംബന്ധിച്ച് ഞാൻ അവരുടെ ജോലി സ്ഥലത്ത് നെഗറ്റിവിറ്റി പടർന്ന ഒരാളെ, എനിക്ക് ശമ്പളം കിട്ടുന്നതൊന്നും അവരെ കൺസേൺ അല്ല. അവരെ സംബന്ധിച്ച് കറൻ്റ്ലി ഞാൻ അവിടെ എന്താ പറയുക, ഒരു നെഗറ്റീവ് പ്രസൻസ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അവിടെ സ്ഥാനമോ അർത്ഥമോ ഒന്നുമില്ല. ഞാൻ വെറും അവിടെ നിൽക്കുന്ന ഒരു നെഗറ്റീവ് പ്രസൻസ് എന്നല്ലാണ്ട് വേറെ ഇവിടെ പ്രത്യേകിച്ച് സംഭവമൊന്നും ഇരിക്കുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതാണ് എൻ്റെ സങ്കടം. എവിടെ ചെന്നാലും അവിടുത്തെ ഭാഗമല്ല, പുറത്തുനിന്ന് വന്നവെന്നുള്ളൊരു ചിന്ത. പിന്നെ എല്ലാവരെയും ഒരു സംശയദൃഷ്ടിയിൽ കാണുന്നു. ഇന്നലെ വരെ കണ്ടവരെയൊക്കെ അകന്ന് നിൽക്കുന്ന ഒരു മെൻ്റൽ ഇഷ്യൂ ആണ്. അത് പ്രധാനമായിട്ട് ഫോണുമായിട്ട് കണക്റ്റഡ് ആണ്. ആസ് ലോങ് ആസ് ഞാൻ ഫോണോഗ്രാഫി മാസ്റ്റേഴ്സ് മാറുന്നത് ഈ ഒരു ചിന്താഗതി എന്താ ഇതുമാണ്. കാര്യം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും ഫോൺ മാസ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യം. ഈ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെൻഷൻസും സ്ട്രെസ്സുകളും എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഫാൻസി വേൾഡിലേക്ക് ഫാൻസി വേൾഡിലേക്ക് ഞാൻ രക്ഷപ്പെടുന്നത്. ഈ ഫാൻസി വേൾഡ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ എക്സൈറ്റിംഗ് ആണ്, വളരെ പ്ലഷറബിൾ ആണ്, വളരെ ക്യൂരിയസ്, അതിൻ്റേതായ രീതിയിൽ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നതാണ്. കുറേ ടൈം വേസ്റ്റിംഗ് ആണ്. നമുക്ക് അതിൻ്റെ പുറകിൽ കുറേ നാളിങ്ങനെ ഇരിക്കാം, പ്രത്യേകിച്ച് ആരും ചോദിക്കില്ല, അതില്ല ഇതില്ല മറ്റതില്ല മറിച്ചില്ല. ബട്ട് വാട്ട് എവർ ഇതിലേക്ക് എസ്കേപ്പ് ചെയ്യും തോറും എന്തിൽ നിന്നാണ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്, അത് പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്, എൻ്റെ ജീവിതം കൂടുതൽ ഡിറ്ററേറ്റ് ആവുകയാണ്. സോ ഈ ഒരു പാറ്റേൺ, ഈ ജോലി സ്ഥലത്ത് നിന്ന് പോസിറ്റിവിറ്റി ആയിട്ട് വളരാൻ പറ്റാത്തൊരു പാറ്റേൺ, കൂടുതൽ അഡിക്ഷനിലേക്ക് പോകുന്നൊരു പാറ്റേൺ, കൂടുതൽ പവർലെസ് ആവുന്നൊരു പാറ്റേൺ, ശക്തിഹീനാവുന്ന പാറ്റേൺ, ഒന്നിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സ്വയം എത്തിച്ചേർന്ന ഈ പാറ്റേൺ, അത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ എന്ന് മനസ്സിലാവും. എൻ്റെ കോപ്പിംഗ് മെക്കാനിസംസ് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഞാൻ ഡിജിറ്റലായിട്ടുള്ള സാധനങ്ങളൊക്കെ തകരുന്നു, അതൊക്കെ പയ്യെ ഡിറ്റോറിയേറ്റ് ആവുന്നു. സോ കൺസേൺഡ് ആവുന്നു, ടെൻഷൻ വരുന്നു, വറി വരുന്നു, ആങ്സൈറ്റി വരുന്നു, ആകെ മൊത്തം ഭ്രാന്ത് വരുന്നു. ഇതൊക്കെയാണ് സംഭവം. പെണ്ണ് കിട്ടുന്നില്ല, ഇത്ര നാളായിട്ട് പെണ്ണ് കിട്ടിയില്ല, ഇനി 27 വയസ്സ് സംതിങ്. ഇത് ഈ സത്യം പറഞ്ഞ ഈ പെണ്ണ് കിട്ടാത്തതിൻ്റെ ഇഷ്യൂ, അതിനെപ്പറ്റി ഓവർ കൺസേൺ വരുന്നത് ഈ ഒരു എജക്കുലേഷൻ മാർക്കുന്നുണ്ട്. സോ എജക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ യു ആർ ഫൗണ്ടിങ് ആൻ ഔട്ട്ലെറ്റ്. സോ വി തിങ്ക് ലൈക്ക് ഈ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. പക്ഷേ അത് വളരെ പ്രോബ്ലമാറ്റിക് ചിന്തയാണ്. ഈ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് എന്ന് വെച്ചിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഔട്ട്ലെറ്റിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരു ഇതിനെപ്പറ്റി പണ്ടത്തെ ആളുകൾ അങ്ങനെ ഈ ഔട്ട്ലെറ്റിനെ പറ്റി ഇങ്ങനെ റെയറായിട്ട് ആളുകൾ അഡിക്റ്റഡ് ആവും. ചിലർ ഇമോഷണൽ കോംപ്ലക്സ്, ഇത് എനിക്കൊരു ഇമോഷണൽ കോംപ്ലക്സിറ്റി ഇഷ്യൂ ചെറുപ്പം പോലെ ഉണ്ട്. സോ മേ ബി അതായിരിക്കും മാനിഫെസ്റ്റ് ആയത്. ഒരു ലോൺലിനെസ്സും ലൈവില്ലായ്മയൊക്കെ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചാൽ വളർന്നുണ്ട്. അതിന് വഴിയൊന്നും നമുക്കിപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജ് തലത്തിലാണെങ്കിലും പ്ലസ് ടു തലത്തിലാണെങ്കിലും നമ്മളെ ആരും സ്നേഹിച്ചിട്ടില്ല. സത്യം പറഞ്ഞു ഒരു സത്യസന്ധമായ രീതിയിൽ ആരുടെ ഭാഗത്തു നിന്നും ഒരു സ്നേഹം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഉണ്ടായിട്ടില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, അതിനോട് ഒരു കംപ്ലൈൻറ്റ് മനോഭാവമോ വെറുപ്പ് മനോഭാവമോ ഒന്നുമില്ല. ബിക്കോസ് സ്നേഹം, അങ്ങനെ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി, അങ്ങനെ ഒന്നും ഇതേപോലെ നമുക്ക് ജീവിച്ചിട്ട് ഇത്ര നാളായി നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പലപ്പോഴും അതിൻ്റെ ഒരു
ഇപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം ഇതോ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജോത്സ്യത്തിൽ തന്നെ ഇത് കല്യാണമായില്ല, ഈ ഒരു ഇതൊക്കെ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ചോദ്യമാണ് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം. ബിക്കോസ് ഇൻറ്റിമസി ഞങ്ങളുടെ കൺസെപ്റ്റിനെ പറ്റി തന്നെ എനിക്ക് ഭയങ്കര ഒരു ഒരു പ്രോബ്ലമാറ്റിക് ആണ്. കാരണം ഞാൻ പലപ്പോഴും ഇതൊരു അൺകണ്ടീഷണൽ അല്ല. ഫോർ എക്സാമ്പിൾ ഇൻ എ ലൈഫ് എനിക്ക് പേഴ്സണലി എനിക്കത് അൺകണ്ടീഷണൽ ആയിട്ട് കിട്ടില്ല. ബിക്കോസ് ഓഫ് മെനി തിങ്സ് റിലേറ്റഡ് ടു മൈസെൽഫ്, യുനോ. മേ ബി എൻ്റെ ലുക്സ് വൈസ് ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ എൻ്റെ ആറ്റിറ്റ്യൂഡ് വൈസും ആവാം. അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക്, യുനോ. പിന്നെ ഞാൻ മെഡിസിൻ അങ്ങനെ ഇതൊരു എന്താ പറയുക, ഇത് ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ ചാപ്പ് വീണ് പോയി ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്നുള്ള മീൻസ്